ക്രിസ്മസ് വിചിന്തനങ്ങളിലെ ആദ്യത്തെ വിചിന്തനം ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്ന് 1-ാമത്തെ അധ്യായത്തിലെ 19-20 വചനങ്ങളാണ് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. സക്രിയ മാലാഖയെ കണ്ട് ഭയന്നപ്പോൾ മാലാഖ സക്രിയയോട് പറയുന്ന വചനം ഇതാണ്: നിന്നോട് സംസാരിക്കാനും സന്തോഷകരമായ വാർത്ത നിന്നെ അറിയിക്കുവാനും ദൈവത്താൽ അയക്കപ്പെട്ട ഗബ്രിയേൽ മാലാഖയാണ് ഞാൻ. ഇന്ന് നമ്മൾ കേൾക്കുന്ന വൃത്താന്തങ്ങളൊക്കെ ദുരന്തത്തിന്റെ വൃത്താന്തങ്ങളാണ്. പത്രങ്ങളും മാധ്യമങ്ങളും ടെലഫോണുകളൊക്കെ നമുക്ക് നൽകുന്നത് ദുരന്തങ്ങളുടെ വാർത്തകളാണ്. സന്തോഷത്തിന്റെ വാർത്തകൾ അപൂർവമായിട്ട് നമുക്ക് കിട്ടാറുള്ളൂ. സ്വസ്ഥമായിട്ട് മനുഷ്യർ കേൾക്കുന്ന ഒരു സംസ്കാരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിലെ ക്രിസ്മസ് നമുക്ക് നൽകുന്ന ആദ്യത്തെ വിചിന്തനം ഇതാണ്: നമുക്ക് മറ്റുള്ളവരെ കേൾക്കുന്നവരാകാം, മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്ന വാർത്ത പങ്കുവയ്ക്കുന്നവരാകാം. ഈ അടുത്ത കാലത്ത് ഞാൻ ഓർക്കുന്നു, ഒരപ്പൻ എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഞാൻ അച്ഛനെ കാണാൻ വന്നത് എൻ്റെ മോൻ ഇന്നലെ വിളിച്ചായിരുന്നു, ഇന്റർവ്യൂ പാസ്സായി, അവന് ജോലി കിട്ടി, ഞാനവനെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതാണ്, അവന് നല്ല ജോലി കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. സന്തോഷത്തിന്റെ വാർത്തകൾ പങ്കുവെക്കുന്ന മനുഷ്യരാകാൻ നമുക്ക് കഴിയട്ടെ. ഈ ലോകത്ത് ദുഃഖങ്ങളുണ്ട്, ഒരുപാട് സങ്കടങ്ങളുണ്ട്. അത് പെരുപ്പിക്കാനും ദോഷൈക ദൃക്കുകളെ പോലെ എല്ലാറ്റിനെയും മോശമായിട്ട് വ്യാഖ്യാനിക്കാനും പരിശ്രമിക്കുന്ന ഈ കാലയളവിലെ നമുക്ക് ഈ ക്രിസ്മസ് കാലഘട്ടം സന്തോഷത്തിന്റെ വാർത്ത പങ്കുവെക്കുന്ന മാലാഖമാരാകാം. മറിയത്തോട്, ആട്ടിടയന്മാരോട്, യൗസേപ്പിനോടൊക്കെ സന്തോഷത്തിന്റെ വാർത്ത പ്രദാനം ചെയ്ത മാലാഖ നമുക്ക് വഴികാട്ടിയാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.